നമസ്കാരം. നമസ്കാരം. കേൾക്കാമല്ലോ? കേൾക്കാം. ശരി ശരി. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനതു പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. നവമസ്കന്ധം അധ്യായം 22 ശ്ലോകം 20 അല്ലേ? നവമസ്കന്ധം 22-ൽ 20. പോയാ സാർ ഒരു സംശയം. അധ്യായം 20 ശ്ലോകം 26. ഏതാ അധ്യായം? 22. ശ്ലോകം 20. 22-ൽ 18 ആണെന്ന് തോന്നുന്നു സാറേ. 18 കൂടെ 19 കഴിഞ്ഞ് ഇനി 20 എടുക്കണമെന്ന് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. ഇനിയും 20 എടുക്കേണ്ടത്. ശന്തനോർദാശകന്യായം ജജ്ഞേ ചിത്രാംഗദഫുതാം വിചിത്രവീര്യശ്ചാപരജോ നാമ്നാ ചിത്രാംഗദോ ഹതാം. ശന്തനോഹോ ശന്തനുവിന് ദാശകന്യായാം ദാശകന്യായ സത്യവതിയിൽ ജജ്ഞേ ജനിച്ചു ചിത്രാംഗത സുതഃ. ചിത്രാംഗതൻ എന്ന പുത്രൻ ശന്തനുവിന് ദാശകന്യായ സത്യവതിയിൽ ഉണ്ടായി. വിചിത്രവീര്യശ്ച അപരജോ വിചിത്രവീര്യൻ അനുജനായിട്ടുണ്ടായി. അപ്പൊ ശന്തനു മഹാരാജാവിന് ദാശകന്യകയായ സത്യവതിയിൽ 2 പുത്രന്മാർ. മൂത്ത പുത്രൻ ചിത്രാംഗതൻ, രണ്ടാമത്തെ പുത്രൻ വിചിത്രവീര്യൻ. വിചിത്രവീര്യശ്ച അപരജ നാംനാ ചിത്രാംഗദോ ഹതഃ. ചിത്രാംഗതനാകട്ടെ അതേ പേരുള്ള ഒരു ചിത്രാംഗതൻ എന്ന ഗന്ധർവനുമായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചുപോയി. യുദ്ധത്തിൽ ആ ഗന്ധർവൻ ഈ ചിത്രാംഗതനെ കൊന്നുകളഞ്ഞു. യുദ്ധത്തിന് കാരണം എന്റെ പേരുള്ള ഒരാൾ ഇനിയും വേറെ ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളുമായിട്ട് യുദ്ധം ചെയ്യുക, അയാളെ ജയിക്കുക, ഇതായിരുന്നു ചിത്രാംഗതന്റെ വിചാരം. അതിനുവേണ്ടി അതേ പേരുള്ള ഗന്ധർവനുമായിട്ട് യുദ്ധം ചെയ്ത് അവസാനം ഗന്ധർവന്റെ കൈകൊണ്ട് ഈ ചിത്രാംഗതൻ മരിച്ചു. ഇപ്പോൾ വിചിത്രവീര്യൻ എന്നൊരു പുത്രൻ മാത്രമായി. ശന്തനോർദാശകന്യായം ജജ്ഞേ ചിത്രാംഗദഫുതാം വിചിത്രവീര്യശ്ചാവരജോ നാമ്നാ ചിത്രാംഗദോ ഹതാം. ശന്തനോർദാശകന്യായം ജജ്ഞേ ചിത്രാംഗദഫുതാം വിചിത്രവീര്യശ്ചാവരജോ നാമ്നാ ചിത്രാംഗദോ ഹതാം. ഇഫ്യംബരാശരാത് സാക്ഷാത് അവതീർണോ ഹരേ കല വേദഗുപ്തോ മുനികൃഷ്ണോ യതോഹം ഇതമധ്യഗാം. ഇഫ്യാം യാതൊരുകളിൽ
യാതൊരു സത്യവതിയിൽ പരാശരിൽ നിന്നും സാക്ഷാത് അവതീർണ ഹരിഹി കല സാക്ഷാത്തായ ഹരിയുടെ കല കൊണ്ട് അവതരിച്ചവനായ വേദഗുപ്തോ മുനി, വേദങ്ങളെ രക്ഷിച്ചവനായ മുനി. വേദഗുപ്തോ മുനി, ഗുപ്തെന്ന് വെച്ചാൽ രക്ഷിക്കുന്നവൻ. വേദഗുപ്തോ മുനി, വേദങ്ങളെ രക്ഷിച്ചവനായ മുനി. എന്റെ പേര് കൃഷ്ണൻ. കൃഷ്ണദ്വൈപായനൻ എന്നർത്ഥം. ആദ്യത്തെ പേര് അങ്ങനെയായിരുന്നു. കൃഷ്ണവർണ്ണമായിരുന്നു ജനിച്ചപ്പോൾ. പരാശരന് സത്യവതിയിൽ ഒരു നദിയുടെ നടുക്ക് അവിടെ ഇരുട്ടാക്കിയിട്ടാണ് സത്യവതിയിൽ ഗർഭാധാനം ചെയ്യുന്നു, പുത്രനുണ്ടാകുന്നു ഒക്കെ. അതുകൊണ്ട് ഇരുട്ടത്തുണ്ടായ പുത്രൻ ഇരുട്ട് കറുത്ത നിറമുള്ളവനായി തീർന്നുകൊണ്ട് കൃഷ്ണൻ എന്ന് പേരിട്ടു. ദ്വീപിൽ കിടന്ന് ജനിച്ചത് കൊണ്ട്, ദ്വീപിൽ അയനം ചെയ്തുകൊണ്ട് ദ്വൈപായനൻ എന്ന പേരായി. ദ്വീപിൽ അയനം ചെയ്തവൻ ദ്വൈപായനൻ. അങ്ങനെ കൃഷ്ണൻ ദ്വൈപായനൻ എന്നാണ് ആദ്യത്തെ പേര്. പിന്നീടാണ് വ്യാസനും വേദവ്യാസനും ഒക്കെയുള്ള പേരിലേക്ക് വന്നത്. അതുകൊണ്ടാണ് വേദഗുപ്തോ മുനി എന്ന് വ്യാസന് പേര് കൊടുക്കാൻ കാരണം അതാണ്. നമുക്കുള്ള സ്വന്തം കഥയാണ് വ്യാസൻ പറയുന്നത്. ഒരു കവിയും കാവ്യത്തിന്റെ അകത്ത് സന്ദർഭം വന്നപ്പോൾ സ്വന്തം കഥ വിവരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുകയാണ്. സത്യവതിയുടെ പുത്രനായി, പരാശരമുനിയിൽ നിന്നും സത്യവതിയുടെ പുത്രനായി ഉണ്ടായവനാണ് ഞാൻ. ഹരിയുടെ അംശം തന്നെയാണ് ഞാൻ. വേദഗുപ്തനായ മുനി അങ്ങനെയുണ്ടായി. ഇത് ആരാ പറയുക? ഇത് പറയുന്നത് ശ്രീശുഖബ്രഹ്മർഷിയാണ്. വേദഗുപ്തനായ മുനിയുണ്ടായി. കൃഷ്ണൻ എന്ന പേരാണ്. യതഹ, യാതൊരുവനിൽ നിന്നും, അഹം, ഞാൻ, ഇതം അധ്യഗാം, ഈ ഭാഗവതത്തെ അധ്യയനം ചെയ്തു. അധ്യയനം ചെയ്തു. യതോ അഹം ഇതം അധ്യഗാം. അവിടെ മധ്യഗാം എന്നൊരു വാക്കൊന്നുമില്ല. വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മധ്യഗാം എന്ന് തോന്നും. ഇതം കഴിഞ്ഞാൽ പിന്നെ അധ്യഗാം എന്നേ ഉള്ളൂ. അധ്യഗാം എന്ന് വെച്ചാൽ അധ്യയനം ചെയ്തു, പഠിച്ചു എന്നർത്ഥം. യതഹ അഹം ഇതം അധ്യഗാം. യാതൊരു കൃഷ്ണദ്വൈപായനിൽ നിന്നാണോ ഞാൻ ഈ ഭാഗവത പുരാണത്തെ പഠിച്ചത്, ആ എൻ്റെ പിതാവ് പരാശര മഹർഷിയിൽ നിന്നും സാക്ഷാൽ ഭഗവാന്റെ അവതാരമായി സത്യവതിയിൽ ജനിച്ചു ഉണ്ടായി കൃഷ്ണദ്വൈപായൻ എന്ന മുനി. ഇങ്ങനെ മഹാഭാരതത്തിന്റെ ഉൽപ്പത്തി കഥയുടെ ആരംഭം പറഞ്ഞു വരികയാണ്. യസ്യാംബരാശരാത് സാക്ഷാദവതീർണോ ഹരേ കലാം വേദഗുപ്തോ മുനി കൃഷ്ണോ യതോഹമിതമധ്യഗം. യസ്യാംബരാശരാത് സാക്ഷാദവതീർണോ ഹരേ കലാം വേദഗുപ്തോ മുനി കൃഷ്ണോ യതോഹമിതമധ്യഗം. വിചിത്രവീര്യോ അഥോവാഹ കാശിരാജഫുതേ ബലാത് സ്വയംവരാതുപാനീതേ അംബികാം ബാലികേ കുഭേ. അതിന് മുമ്പ് രണ്ടുപേരില്ലേ? ശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ മഹ്യം പുത്രായ ശാന്തായ പരം മുഖ്യമിതം ജഗവും. ഹിത്വ ഉപേക്ഷിച്ചിട്ട് സ്വശിഷ്യാൻ സ്വന്തം ശിഷ്യന്മാരെ, പൈലാദീൻ പൈലാദികളായ സ്വന്തം ശിഷ്യന്മാരെ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ബാദരായണനായ ഭഗവാൻ, വ്യാസനായ ഭഗവാൻ മഹ്യം എനിക്ക് വേണ്ടി, പുത്രായ എല്ലാം ചതുർത്ഥിയാണ്. മഹ്യം പുത്രനായ എനിക്ക് വേണ്ടി, ശാന്തനായ എനിക്ക് വേണ്ടി, പരമഗുഹ്യമിതം ജഗവും, പരമഗുഹ്യമായ ഈ ഭാഗവതം ഉപദേശിച്ചു. ജഗവും എന്ന് വെച്ചാൽ പറഞ്ഞു എന്നർത്ഥം, ഉപദേശിച്ചു എന്നർത്ഥം. അപ്പം തന്നോട് തൻ്റെ പിതാവിനുണ്ടാകുന്ന വാത്സല്യം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ശ്ലോകം. ഇത് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനെ അറിയിക്കുകയാണ്. സർവജ്ഞനായ വ്യാസൻ
പൈലാദികളായ സ്വന്തം ശിഷ്യന്മാരെ അവർക്ക് ഉപദേശിക്കാതെ അവർക്ക് വേദം വിഭജിച്ച് ഉപദേശിച്ചു കൊടുത്തു. ഭാഗവതം അവർക്കാർക്കും കൊടുത്തില്ല. കാമക്രോധാദികളായ ദോഷങ്ങളൊക്കെ വിട്ടിരിക്കുന്ന ശാന്തനായ എനിക്ക് എന്നോടുള്ള അനുഗ്രഹം കൊണ്ട് ഏറ്റവും രഹസ്യമായി ഭാഗവതം ഉപദേശിച്ചു. ഭഗവാനായതുകൊണ്ട് കേവലനായൊരു പുത്രൻ എന്ന ഭാവത്തിൽ മാത്രമല്ല, എന്നിലുള്ള ശാന്തത, വിനയം, അതേപോലെ ശുദ്ധത, ഇങ്ങനെ കുറെ വിഷയ ഗുണങ്ങൾ കണ്ടിട്ട് ഞാൻ അധികാരിയാണെന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഉപദേശിച്ചത് അധികാരികൾക്ക് ഭാഗവതം ഉപദേശിക്കാവൂ. കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ വരുന്ന ദോഷങ്ങളാണ് ഇതുള്ളതെല്ലാം. ഭാഗവതം പഠിക്കാനുള്ള അധികാരം കിട്ടിയാൽ, യോഗ്യത കിട്ടിയാൽ അവർക്കാണ്. എന്താണ് യോഗ്യത എന്നിവിടെ തന്നെ പറഞ്ഞു. ശാന്തനായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്കാണ് ശരി ഭാഗവതം പഠിക്കാനുള്ള അധികാരം. ശാന്തത എന്തിനൊക്കെ ഉണ്ടാകണം? ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക്, ശരീരത്തിന്. ഇതെല്ലാം ശാന്തമായിരിക്കുന്ന ഒരാൾക്ക് കാമക്രോധാദികളെ അടക്കിയെങ്കിൽ മാത്രമേ മനസ്സ് ശാന്തമാകൂ. ഇന്ദ്രിയങ്ങളെ അടക്കിയെങ്കിൽ മാത്രമേ എന്താണ് ഈ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അടക്കിയെങ്കിൽ ഇന്ദ്രിയങ്ങൾ ശാന്തമാകും. ശരീരത്തെ നിയന്ത്രിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ അവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റുള്ളൂ. ബുദ്ധിയെ നിയന്ത്രിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് എത്തുകയുള്ളൂ. ഇത്രയും സ്വഭാവ ഗുണം എന്നിൽ കണ്ടിട്ടാണ് വ്യാസൻ എനിക്ക് ഉപദേശിച്ചത്. അങ്ങനെയുള്ള ഒരാളാണ് ഭാഗവതം പഠിക്കാൻ യോഗ്യതയുള്ളവൻ. അവർക്കാണ് ഭാഗവതം ഉപദേശിക്കേണ്ടത് എന്നിങ്ങനെ സാന്ദർഭികമായിട്ട് ഭാഗവതം ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ പിതാവ് പൈലാദികളെ വിട്ടിട്ട് എനിക്ക് മുഖ്യമായ ഭാഗവതം ഉപദേശിച്ചതെന്ന് ശ്രീശുഖൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുക. ഹിത്വാ ശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ മഹ്യം പുത്രായ ശാന്തായ പരം മുഖ്യമിതം ജഗൗ. ഹിത്വാ ശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ മഹ്യം പുത്രായ ശാന്തായ പരം മുഖ്യമിതം ജഗൗ. വിചിത്രവീര്യോ അഥോവാഹ കാശിരാജഫുതേ ബലാദ്. വിചിത്രവീര്യൻ അഥ അനന്തരം ഉവാഹ വിവാഹം കഴിച്ചു. വിചിത്രവീര്യോ അധ ഉവാഹ അഥോവാഹ അനന്തരം വിചിത്രവീര്യൻ വിവാഹിതനായി. കാശിരാജഫുതേ, കാശിരാജാവിന്റെ 2 പുത്രന്മാരെ. കാശിരാജഫുതേ എന്ന് ദിവചനം പ്രയോഗിച്ച് 2 പേർ. ബലാൽ വിവാഹിതനായതാണ്. ബലാൽക്കാരെയാണ് വിവാഹം ചെയ്തതാണ്. അവർക്ക് ഇഷ്ടമായിട്ടല്ല. സ്വയം വരാത് ഉപാനീതേ എന്നിട്ട് സ്വയംവരാത് ഉപാനീത, സ്വയംവരത്തിൽ നിന്നും തട്ടിക്കൊണ്ടു കാശിരാജപുത്രിമാരായ 2 പേരെ അംബിക, അംബാലിക, ഉഭേ വിവാഹം ചെന്ന് ഭീഷ്മർ ബലാൽക്കാരേണ തട്ടിക്കൊണ്ടുവന്ന കാശിരാജപുത്രിമാരായ അംബികയെയും അംബാലികയെയും വിചിത്രവീര്യൻ വിവാഹം കഴിച്ചു. വിചിത്രവീര്യോധോവാഹ കാശിരാജഫുതേ ബലാത് സ്വയംവരാദുപാനീതേ അംബികാംബാലികേ ഉഭേ. വിചിത്രവീര്യോധോവാഹ കാശിരാജഫുതേ ബലാത് സ്വയംവരാദുപാനീതേ അംബികാംബാലികേ ഉഭേ. തയോരാസക്തഹൃദയോ ഗൃഹീതോ യക്ഷ്മണാമൃതാം. തയോഹു ആസക്തഹൃദയോ, അവരിൽ അത്യാസക്തമായ ഹൃദയത്തോടു കൂടിയവനായ വിചിത്രവീര്യൻ ഗൃഹീത പിടിക്കപ്പെട്ടു. യക്ഷ്മണ, യക്ഷ്മാന്തൽ രാജയക്ഷ്മ എന്നുള്ളത് ക്ഷയരോഗത്തിന്റെ ഒരു പേരാണ്. ക്ഷയരോഗം കൊണ്ട് പിടിക്കപ്പെട്ടവനായിട്ട് മൃതഃ മരിച്ചു. ക്ഷയരോഗം ബാധിച്ച് വിചിത്രവീര്യൻ മരിച്ചു. തയോരാസക്തഹൃദയോ ഗൃഹീതോ യക്ഷ്മണാമൃതാം. തയോരാസക്തഹൃദയോ ഗൃഹീതോ യക്ഷ്മണാമൃതാം. ക്ഷേത്ര അപ്രജഫ്യ വൈഭ്രാതുർ മാത്രോക്തോ ബാദരായണാം
ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിതുരം ചാപ്യജീജനത്. ക്ഷേത്രേ, ഇവിടെ ക്ഷേത്രശബ്ദത്തിനർത്ഥം ഭാര്യ എന്നാണ്. കാരണം സന്താന ഉത്പാദനത്തിന്റെ ഒരു കൃഷിസ്ഥലമാണ് ഈ പത്നി. പത്നിയിലേക്ക് ബീജത്തെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ നിലത്തിൽ നിന്നും ആ ബീജം വളർന്ന് പന്തലിച്ച് കിളിർത്ത് ഒരു പ്രജയായിട്ട് തീരും. അതുകൊണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പത്നി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ക്ഷേത്രേ, ഈ കളത്രത്തിൽ അപ്രജഫ്യ, സന്താനമൊന്നും ഉണ്ടായില്ല. സന്താനം ഉണ്ടാകാതെ ക്ഷയരോഗം ബാധിച്ച് വിചിത്രവീര്യം മരിച്ചു. അങ്ങനെ ഇവിടെ തൻ്റെ പത്നിയിൽ സന്താനം ഉണ്ടാകാതിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഭ്രാതുഹു മാത്രോക്തു ബാദരായണ, സഹോദരനായ ബാദരായണൻ മാതാവിനാൽ പറയപ്പെട്ടവനായിട്ട്, മാത്രോക്തു അമ്മയാൽ പറയപ്പെട്ടവനായിട്ട്, ധൃതരാഷ്ട്രം പാണ്ഡും ച വിതുരം ചാപ്യജീജന, ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും വിതുരനെയും ജനിപ്പിച്ചു. ഈ കഥ വിസ്തരിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നവമസ്കന്ധത്തില് സൂര്യവംശ സോമവംശ രാജാക്കന്മാരുടെ കഥ ചുരുക്കി പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. അതിലിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ രാജാക്കന്മാരുടെ പേര് പറയാൻ വേണ്ടി കഥ സൂചിപ്പിക്കുന്നുള്ളൂ. വിസ്തരിച്ച കഥ മഹാഭാരതത്തിലേ ഉള്ളൂ. നമുക്കിതിൽ ആവശ്യമില്ലാത്തത് നമ്മൾ അതിലേക്ക് വിസ്തരിച്ച് പോകുന്നില്ല. തന്നെ ഈ കഥയൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കഥകളുമാണ്. അങ്ങനെ അംബാലികയിൽ അംബികയിലും പുത്രന്മാരുണ്ടാകാതെ വിചിത്രവീര്യൻ മരിച്ചപ്പോൾ സത്യവതി തൻ്റെ ആദ്യത്തെ ഭീമന്തപുത്രനായ വ്യാസനെ സ്മരിച്ചിട്ട് വ്യാസനോ വരുത്തി അവരോട് പറഞ്ഞു, സഹോദരന്റെ ഈ പത്നിമാരിൽ എത്രയും വേഗം സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണം എന്നുള്ള ആവശ്യമനുസരിച്ചിട്ട് 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ധൃതരാഷ്ട്രം പാണ്ഡു വിതുരരെയും ജനിപ്പിച്ചു. ക്ഷേത്രപ്രജവൈഭ്രാതുർ മാത്രോക്തോ ബാദരായണ, ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിതുരം ചാപ്യജീജന. ക്ഷേത്രപ്രജവൈഭ്രാതുർ മാത്രോക്തോ ബാദരായണ, ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിതുരം ചാപ്യജീജന. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപാം, തത്തദുര്യോധനോ ജ്യേഷ്ഠോ ദുഷ്കളാജാഭികന്യകാം. ധൃതരാഷ്ട്രനെ ഗാന്ധാരിയിൽ യജ്ഞയെ ജനിച്ചു. 100 പുത്രന്മാർ ജനിച്ചു. തത്ര ദുര്യോധനോ ജ്യേഷ്ഠ, അതിൽ മൂത്ത ആള് ദുര്യോധനാണ്. ദുഷ്കളാചാഭികന്യക, ഏറ്റവും ഇളയവൾ ദുഷ്കള എന്ന കന്യകയുമാണ്. ഗാന്ധാര്യം ധൃതരാഷ്ട്രസ്യ പുത്രശതം നൃപാം, തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുഷ്കളാചാഭികന്യകാം. ഗാന്ധാര്യം ധൃതരാഷ്ട്രസ്യ പുത്രശതം നൃപാം, തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുഷ്കളാചാഭികന്യകാം. ശാപാൻ മൈഥുനരുദ്ധസ്യ പാണ്ഡോ കുന്ത്യം മഹാരഥാം, രാധാധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയാം. ശാപാത് മൈഥുനരുദ്ധസ്യ, മൈഥുനം ചെയ്തുകൊണ്ടിരുന്ന മാൻവേഷധാരിയായ ഋഷിയുടെ മൈഥുനത്തിനു ഭംഗമുണ്ടാക്കിയത് കൊണ്ട്, ആ ഋഷിയാൽ ശപിക്കപ്പെട്ടതുകൊണ്ട് പാണ്ഡോഹു കുന്ത്യാം മഹാരഥാഹ ജാതാഹ, മൃഗരൂപത്തിൽ രതിക്രീഡ ചെയ്ത ഋഷിയുടെയും ഋഷിപത്നിയുടെയും ശാപം കൊണ്ട് ഭാര്യാസംയോഗത്തിൽ നിന്ന് വിരോധിക്കപ്പെട്ടവനായ പാണ്ഡുവിന്റെ ഭാര്യയായ കുന്തിയിൽ ധർമ്മ അനില ഇന്ദ്രിഭ്യ, ധർമ്മൻ യമധർമ്മൻ, അനിലൻ വായു, ഇന്ദ്രൻ ഇന്ദ്രൻ, ഈ 3 പേരിൽ നിന്നും 3 പുത്രന്മാരുണ്ടായി. ആരെ? യുധിഷ്ഠിര മുഖാസ്ത്രേഹ, ധർമ്മരാജാവിൽ നിന്നും യുധിഷ്ഠിരനുണ്ടായി,
വായുവിൽ നിന്നും ഭീമനുണ്ടായി, ഇന്ദ്രനിൽ നിന്നും അർജുനുണ്ടായി. അങ്ങനെ കുന്തിയിൽ മഹാരഥന്മാരായ 3 പുത്രന്മാർ പാണ്ഡുവിന് ഉണ്ടായി. പക്ഷെ പാണ്ഡുവിന് കുന്തിയുമായി രമിച്ചു സന്തതി ഉണ്ടാകാനാവാത്തത് കൊണ്ട്, അതിന് തടസ്സം നിന്നത് മഹർഷിയുടെ ശാപമായതുകൊണ്ട് അവിടെയാണ് മന്ത്രം സ്വീകരിച്ചിട്ട് പാണ്ഡുവിന്റെ അനുവാദത്തോടെ പാണ്ഡുവിന്റെ അതേ ശയനത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഗർഭാധാനം ചെയ്ത് ആ ഗർഭത്തിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരാൻ കാരണം ഇതന്നെയായിരുന്നു. ശാപാത് മൈഥുനരുദ്ധഫ്യ പാണ്ഡോ കുന്ത്യം മഹാരഥാം ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയാം. ശാപാൻ മൈഥുനരുദ്ധഫ്യാം പാണ്ഡോ കുന്ത്യം മഹാരഥാം ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയാം. നകുലഫഹദേവശ്ച മാദ്ര്യാം നാഫത്യദഫ്രയോ ദ്രൗപദ്യം പഞ്ചപഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ. നകുലഃ സഹദേവശ്ച മാദ്ര്യ. നകുലനും സഹദേവനും മാദ്രിയിൽ ഉണ്ടായി. പാണ്ഡുവിന്റെ മറ്റൊരു ഭാര്യയാണ് മാദ്രി. ആ മാദ്രിയിൽ അശ്വനി കുമാരന്മാരിൽ നിന്ന്, അതാണ് നാഫത്യദഫ്രയോഹു. നാഫത്യദഫ്രന്മാർ അശ്വിനി കുമാരന്മാർക്കുള്ള മറ്റൊരു പേരാണ്. അവരിൽ നിന്നും ദ്വിവചനമാണ്, അവർ 2 പേരാണ്. അതുകൊണ്ടാണ് നാഫത്യദഫ്രയോഹു അശ്വിനി കുമാരയോഹു നകുലഃ സഹദേവശ്ച. മാദ്രിയിൽ നകുലനും സഹദേവനും ഉണ്ടായി. ദ്രൗപദ്യം പഞ്ചപഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ. ഇവരുടെ 5 പേർക്കും കൂടി ദ്രൗപദി പത്നിയായി. ഇതൊക്കെ മഹാഭാരതത്തിലെ കഥയാണ്, ഇവിടെ കഥയിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഈ 5 പേർക്കും ദ്രൗപദിയിൽ 5 പുത്രന്മാർ വീതമുണ്ടായി. പഞ്ചഭ്യഃ പുത്രാഹസ്തേ പിതരോ ഭവൻ. 5 പേരിൽ നിന്നും ദ്രൗപദിയിൽ പഞ്ചപുത്രാഹ 5 പുത്രന്മാർ, തേ പിതരഹ പിതാക്കന്മാരായിട്ട് അഭവൻ ഭവിച്ചു. അങ്ങനെ യുധിഷ്ഠിരാദികൾ പിതാക്കന്മാരായി തീർന്നു. പിതാക്കന്മാരല്ലാതെ ഭവിച്ചു. അവർക്ക് സന്താനം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിനാൽ ഹനിക്കപ്പെട്ടുവെന്നും വേണമെങ്കിൽ നമുക്ക് അർത്ഥം ധരിക്കാം. എന്ന് മഹാഭാരത കഥ വിസ്തരിച്ച് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം. നകുലഫഹദേവശ്ച മാദ്ര്യം നാഫത്യദഫ്രയോ ദ്രൗപദ്യം പഞ്ചപഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ. നകുലഫഹദേവശ്ച മാദ്ര്യം നാഫത്യദഫ്രയോ ദ്രൗപദ്യം പഞ്ചപഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ. യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യശ്രുതഫ്യേനോ വൃഗോദരാത് അർജുനാത് ശ്രുതികീർത്തിസ്തു ശതാനീകസ്തു നാകുലി. സഹദേവ ഫുദോരാജൻ ശ്രുതകർമാ തഥാപരേ യുധിഷ്ഠിരാത്തു പൗരവ്യ ദേവഗോഥ കടോൽക്കതാം. ഭീമഫേനാദിഡിംബായ കാള്യം സർവഗതസ്തതാം. സഹദേവാത് ഗോത്രം തു വിജയാഫൂത പാർവതി. യുധിഷ്ഠിരാദികളിലെ മറ്റു ഭാര്യമാരിൽ അവർക്കുണ്ടായ സന്താനങ്ങളെ പറയുകയാണ്. യുധിഷ്ഠിരനിൽ നിന്നും യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യനും, വൃഗോദരിൽ നിന്നും ശ്രുതസേനനും, അർജുനിൽ നിന്ന് ശ്രുതകീർത്തിയും, നകുലിൽ നിന്ന് ശതാനീകനും, സഹദേവിൽ നിന്ന് ശ്രുതകർമാവും. 5 പേർക്കും 5 പുത്രന്മാർ. പഞ്ചഭ്യ പഞ്ചപുത്രാഹ 5 പേർക്കും കൂടിയാണ് 5 പുത്രന്മാർ ഉണ്ടായി. യുധിഷ്ഠിരാത് പ്രതിവിന്ധ്യ ശ്രുതസേനോ വൃഗോദരാത് അർജുനാത് ശ്രുതകീർത്തി ശതാനീകസ്തു നാകുലി. സഹദേവ ഫുദോരാജൻ ശ്രുതകർമ്മ തഥാപരേ. ഇങ്ങനെ ഇവർക്ക് ഇത് കൂടാതെയും ചില പുത്രന്മാരുണ്ടായിട്ടുണ്ട്. അവരെ ഏറെ പുത്രന്മാർ. യുധിഷ്ഠിര പത്നിയായ പൗരവിയിൽ ദേവകൻ എന്നൊരു പുത്രൻ, ഭീമസേനൻ ഹിഡിംബയിൽ ഖഡോൽക്കഥൻ, കാളി എന്നു പേരായ മറ്റു ഭാര്യയിൽ നിന്ന് സർവഗതൻ, പർവ്വതപുത്രിയായ വിജയിൽ സഹദേവന് സുഹോത്രൻ എന്നു പേരായ പുത്രനുണ്ടായി. ഇവർക്കെല്ലാം മറ്റു പത്നിമാരിൽ നിന്ന് മറ്റു പുത്രന്മാർ ഉണ്ടായി. പൗരവ്യം ദേവഗോഥ ഖഡോൽക്കഥ ഭീമസേനാത് ഹിഡിംബായാം കാള്യാം സർവഗതസ്തത സഹദേവാത് സുഹോത്രം തു
വിജയാഭൂത പാർവതി യുധിഷ്ഠിരപ്രതിബിന്ധ്യസുലഭേനോപകോദരാത് അർജുനാക്ഷുതകീർത്തിസ്തു ശതാനേകസ്തു നാകുലി സഹദേവ സുതോരാജൻ സുതകർമാതധാവരേ യുധിഷ്ഠിരാത്വപൗരവ്യാം ദേവഗോധകടോൽക്കതാം ഭീമസേനാദിഡിംബായാം കാള്യാം സർവഗതസ്തതാം സഹദേവാത് സുഗോത്രം ദൂർജയാഭൂത പാർവതീം യുധിഷ്ഠിരാത് പ്രതിബിന്ധ്യസുലഭേനോപകോദരാത് അർജുനാക്ഷുതകീർത്തിസ്തു ശതാനേകസ്തു നാകുലി സഹദേവ സുതോരാജൻ സുതകർമാതധാവരേ യുധിഷ്ഠിരാത്വപൗരവ്യാം ദേവഗോധകടോൽക്കതാം ഭീമസേനാദിഡിംബായ കാള്യാം സർവഗതസ്തതാം സഹദേവാത് സുഗോത്രം ദു വിജയാഭൂത പാർവതീം കരേണുമത്യം നകുലോ വീരമിത്രം തഥാർജുനാം ഇരാവന്തമുരൂപ്യാം മൈ സുതായം ബഭ്രുവാഹനം മണിപൂരപദേ ഫോപീതപുത്രപുത്രികാസുതാം. കരേണുമതി എന്ന് പേരുള്ള ഭാര്യയിൽ നകുലിന് വീരമിത്രൻ എന്നൊരു പുത്രനുണ്ടായി. അർജുനന് ഉരൂപി എന്നു പേരായ ഒരു നാഗകന്യയിൽ ഇരാവാനുണ്ടായി. മണിപൂരം എന്ന ദേശങ്ങളിലെ അധിപന്റെ പുത്രിയിൽ നിന്നും ബഭ്രുവാഹൻ ഉണ്ടായി. ബഭ്രുവാഹൻ അർജുനപുത്രനായിട്ട് ജനിച്ചുവെങ്കിലും മണിപൂരവതിയുടെ പുത്രനായിട്ടാണ് അറിയപ്പെട്ടത്. അദ്ദേഹം പുത്രിയെ അർജുനൻ നൽകുമ്പോഴുണ്ടായ ഒരു നിശ്ചയം ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇവളിൽ നിനക്കുണ്ടാകുന്ന പുത്രനെ എനിക്ക് നൽകണം എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് കന്യാദാനത്തിന് ഏർപ്പെട്ടത്. അതുകൊണ്ടാണ് പുത്രികാധർമ്മം എന്ന് പേര് വന്നത്. അഭ്രാതകാം പ്രദാസ്യാമി തുഭ്യം കന്യാം അലങ്കൃതാം അസ്യാം യോ ജായതേ പുത്ര സ മേ പുത്രോ ഭവിഷ്യതി എന്ന് നിശ്ചയം ഉണ്ടായതുകൊണ്ട് കന്യാദാനത്തിന് പുത്രികാധർമ്മം എന്ന് പേര് വന്നാണ്. കന്യാദാനത്തിന്റെ പേരാണ് പുത്രികാധർമ്മം എന്ന്. അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന സ്മൃതി അതിനെ അനുവദിച്ചിട്ടുണ്ട്. കരേണുമത്യം നകുലോ വീരമിത്രം തഥാർജുനാം ഇരാവന്തമുരൂപ്യം വൈഫുതായം ബഭ്രുവാഹനം മണിപൂരപദേ ഫോപി തത്പുത്രപുത്രികാഫുതാം. കരേണുമത്യം നകുലോ വീരമിത്രം തഥാർജുനാം ഇരാവന്തമുരൂപ്യം വൈഫുതായം ബഭ്രുവാഹനം മണിപൂരപദേ ഫോപി തത്പുത്രപുത്രികാഫുതാം. തപതാത സുഭദ്രായാം അഭിമന്യുരജായതാം സർവാതിരഥജിത് വീര ഉത്തരായം തഥോ ഭവാൻ. തവ താതഃ അഭിമന്യു, അങ്ങയുടെ പിതാവായ അഭിമന്യു അർജുനിൽ നിന്നും സുഭദ്രയിൽ ജനിച്ചു. സുഭദ്രായ അഭിമന്യു അജായത. സർവ അതിരഥജിത് വീര, എല്ലാ രഥങ്ങളെയും ജയിക്കാൻ വീരനായ അവൻ അഭിമന്യുവിൽ നിന്നും ഉത്തരായാം തതോ ഭവാൻ ജാത, ഉത്തരയിൽ നിന്നും അങ്ങും ഉണ്ടായി എന്ന്. അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സംവാദ രൂപത്തിലാണ് കഥ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങ് എന്ന് പറയാൻ കാരണം. ഇത് സൂതൻ അവരോട് പറയുന്നതാണ്. അവിടുന്നാണ് ഇങ്ങോട്ട് വന്നിട്ട് പരീക്ഷത്തിന് സുഖബ്രഹ്മർഷി പറയുന്നത്. അതിൻ്റെ അകത്ത് എന്താണ്, ആദ്യത്തെ 3-4 സ്കന്ധങ്ങൾ മുഴുവൻ വിതുര മൈത്രേയ സംവാദം, അത് കഴിഞ്ഞാൽ പിന്നെ നാരദ യുധിഷ്ഠിര സംവാദമാണ്. എന്നിങ്ങനെ സംവാദ രൂപത്തിൽ പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. തവതാത സുഭദ്രായാം അഭിമന്യുരജായതാം സർവാതിരഥജിത് വീര ഉത്തരായം തതോ ഭവാൻ. തവതാത സുഭദ്രായാം അഭിമന്യുരജായതാം സർവാതിരഥജിത് വീര ഉത്തരായം തതോ ഭവാൻ. പരിക്ഷീണേഷു പുരുഷു ദ്രൗണേർബ്രഹ്മാസ്ത്രതേജസാം ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതം ദഗാത്. പരിക്ഷീണേഷു പുരുഷു, യുദ്ധത്തിൽ കുരുക്കന്മാർ കൗരവന്മാർ നിശേഷമായും ക്ഷീണിച്ച് നശിച്ചപ്പോൾ ദ്രൗണേഹി ബ്രഹ്മാസ്ത്ര തേജസ, ദ്രോണപുത്രനായ അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് ത്വഞ്ച കൃഷ്ണാനുഭാവേന, നീയാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സജീവ, ജീവനുള്ളവനായി, മോചിതോ അന്തകാത്, മൃത്യുവിൽ നിന്നും നീ മോചിക്കപ്പെട്ടവനായി.
ദുര്യോധനാദികളായ കുരുക്കളെല്ലാം യുദ്ധത്തിൽ നശിച്ചപ്പോൾ പുത്രനായ ദ്രോണപുത്രൻ ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് ദഹിക്കപ്പെട്ടവനാണ് അങ്ങ്. ഭഗവാന്റെ മാഹാത്മ്യം കൊണ്ടാണ് അന്തകനിൽ നിന്നും ജീവനാശം വരാതെ മോചിപ്പിക്കപ്പെട്ടത് എന്ന് ഓർത്തുകൊള്ളൂ. പരിക്ഷീണേഷു പുരുഷു ദ്രൗണേർബ്രഹ്മാസ്ത്ര തേജസാം ത്വഞ്ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത്. പരിക്ഷീണേഷു പുരുഷു ദ്രൗണേർബ്രഹ്മാസ്ത്ര തേജസാം ത്വഞ്ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത്. പരിക്ഷീണേഷു പുരുഷോ ദ്രൗണേർബ്രഹ്മാസ്ത്ര തേജസാം ത്വഞ്ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത്. തവേമേ തനയാസ്താതാം ജനമേജയപൂർവകാഃ ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ. തൗ ഏവ ഇമേ തവൈവേമേ അവർ തന്നെയാണ് ഇമേ തനയാഹ താത അങ്ങയുടെ പുത്രന്മാരാണല്ലോ ജനമേജയൻ. ജനമേജയ പൂർവകാഹ ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ. ശ്രുതസേനൻ, ഭീമസേനൻ, വീര്യവാനായ ഉഗ്രസേനൻ എന്ന് 4 പുത്രന്മാർ. അങ്ങയുടെ പുത്രനാണ് ജനമേജയൻ. അതുകൂടാതെ 4 പുത്രന്മാരും ഉണ്ടായല്ലോ. തവയമേ തനയാസ്താതാ ജനമേജയ പൂർവകാഹ ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ. തവേമേ തനയാസ്താത ജനമേജയ പൂർവകാഃ ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ. ജനമേജയസ്ത്വാം വിദിത്വാം തക്ഷകം നിധനം ഗതം സത്പന്വൈ സത്പയാഗാഗ്നൗ സഹോഷ്യതിരുഷാന്വിതം. അവരിൽ വെച്ച് ഏറ്റവും മൂത്താളാണ് ജനമേജയ എന്ന് കണ്ടു. അദ്ദേഹത്തിന് അനുജന്മാരായിട്ടാണ് ശ്രുതസേനും ഭീമസേനും ഉഗ്രസേനും ഒക്കെ ഉണ്ടായത്. അതിലെ ജ്യേഷ്ഠനായ ജനമേജയന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ജനമേജയ ത്വാം വിദിത്വാ തക്ഷകം നിധനം ഗതം. അങ്ങയുടെ മരണത്തിന് കാരണക്കാരനായ തക്ഷകനാണെന്ന് അറിഞ്ഞിട്ട് ക്രുദ്ധനായ ജനമേജയൻ സർപ്പയാഗാഗ്നിയിൽ സർപ്പങ്ങളെ ഹോമിക്കാൻ തീരുമാനിച്ചു. സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ ഹോഷ്യതി രുഷാൻവിത, കോപിഷ്ണായിട്ട്. ജനമേജയസ്ത്വാം വിദിത്വാ തക്ഷകം നിധനം ഗതം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതി രുഷാൻവിതം. ജനമേജയസ്ത്വാം വിദിത്വാ തക്ഷകം നിധനം ഗതം സർപ്പൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതി രുഷാൻവിതം. കാവശേയം പുരോധായ തുരം തുരഗമേധരാത് സമന്താത് പൃഥിവീം സർവാം ജിത്വാ യക്ഷതി ചാധരൈഃ. കാവശേയം, കാവശേയനായ തുരനെ, കാവശേയൻ എന്നുള്ള തുരൻ എന്ന മഹർഷിയെ പുരോഹിതനാക്കിയിട്ടാണ് എല്ലാ ഭാഗത്തുമുള്ള രാജാക്കന്മാരെ ജയിച്ചതിന് ശേഷമാണ് അശ്വമേധം എന്ന യാഗം കൊണ്ട് ശ്രീഹരിയെ പൂജിക്കുക തന്നെ ചെയ്യും എന്നാണ്. കാഷവേയം പുരോധായ, കാഷവേയനെ എന്താണ് പുരോഹിതനായി നിശ്ചയിച്ചുകൊണ്ട് തുരഗമേധം അശ്വമേധം, അശ്വത്തിന്റെ പകരമുള്ള പര്യായമാണ് തുരകം. അതുകൊണ്ട് തുരഗമേധം എന്ന് വെച്ചാൽ അശ്വമേധത്തെ ചെയ്തവനായി സമന്താത് ചുറ്റുമുള്ള പൃഥിവിയും സർവാം ജിത്വ, അശ്വമേധം കൊണ്ട് ചുറ്റുമുള്ള ഭൂമിയിലെ രാജാക്കന്മാരെയൊക്കെ ജയിച്ചിട്ട് അധ്വരേഹി യക്ഷിച്ച, യജ്ഞം കൊണ്ട് യജിക്കുക തന്നെ ചെയ്യും, ശ്രീഹരിയെ പൂജിക്കുക തന്നെ ചെയ്യും. കാവശേയം പുരോധായ തുരം തുരഗമേധയാത് സമന്താത് പൃഥിവീം സർവാം ജിത്വാ യക്ഷതി ചാധരേ. കാവശേയം പുരോധായ തുരം തുരഗമേധയാത് സമന്താത് പൃഥിവീം സർവാം ജിത്വാ യക്ഷതി ചാധരൈഃ. തസ്യ പുത്രശ്ചതാനീകോ യാജ്ഞവൽക്യത്രയും പഠൻ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാത് പരമേഷ്യതി. തസ്യപുത്ര, അവന്റെ പുത്രനായ ശതാനീക, ശതാനീക് എന്നാണ് അവന്റെ പേര്. ആ പുത്രൻ
ജനമേജയപുത്രനായ ആ ശതാനീകൻ യാജ്ഞവൽക്കിൽ നിന്നും പഠൻ 3 വേദങ്ങൾ പഠിച്ചിട്ട്, എന്ന് വെച്ചാൽ 3 വേദം, 3 വേദങ്ങൾ പഠിച്ചുകൊണ്ട് അസ്ത്രജ്ഞാനം, ക്രിയാജ്ഞാനം, ശൗനകാത് പരമേശ്വരി. എന്നിട്ട് ശൗനകളിൽ നിന്നും അസ്ത്രജ്ഞാനവും പഠിച്ചു. ശൗനകാത് ക്രിയാജ്ഞാനം, അസ്ത്രജ്ഞാനം ച പരം ഏഷ്യതി. ശൗനകളിൽ നിന്നും ക്രിയാജ്ഞാനവും കർമ്മത്തെയും കുറിച്ച് പഠിക്കുന്നവനായിട്ട് തന്നെ അങ്ങ് തീരും. യാജ്ഞവൽക്കിൽ നിന്നും വേദങ്ങളെയും പഠിച്ചു, ശൗനകളിൽ നിന്നും ക്രിയാജ്ഞാനവും കർമ്മജ്ഞാനവും പഠിച്ചു. അങ്ങനെ ജനമേജയപുത്രനായ ശതാനീകൻ എല്ലാ ശാസ്ത്രത്തിലും വേദത്തിലും പണ്ഡിതനായിട്ട് തന്നെ ഭവിക്കും. തസ്യപുത്രശതാനീകോ യാജ്ഞവൽക്യാത്രീം പഠൻ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാത് പരമേശ്വരീം. തസ്യപുത്രശതാനീകോ യാജ്ഞവൽക്യാത്രീം പഠൻ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാത് പരമേശ്വരീം. സഹസ്രാനീകസ്തത്പുത്രാം തതശ്ചൈവശ്വമേധജാം അഫീമകൃഷ്ണസ്തസ്യാപി നേമിചക്രസ്തുതൽസുതഹം. ആ ശതാനീകന്റെ പുത്രൻ സഹസ്രാനീകൻ, അവന്റെ പുത്രൻ അശ്വമേധജൻ, അവന്റെ പുത്രൻ അഫീമകൃഷ്ണൻ, അവന്റെ പുത്രൻ നേമിചക്രൻ. ഇങ്ങനെ പുത്രന്മാരുടെ പേര് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സഹസ്രാനീകസ്തത്പുത്ര തതശ്ചൈവാം അശ്വമേധജാം അഫീമകൃഷ്ണസ്തസ്യാപി നേമിചക്രസ്തുതൽസുതം. സഹസ്രാനീകസ്തൽപുത്ര തതശ്ചൈവ അശ്വമേധജാം അഫീമകൃഷ്ണസ്തസ്യാപി നേമിചക്രസ്തുതൽസുതം. ഗജാഹ്വേ ഹൃദേ നദ്യാം കൗശാംബ്യാം സാധുവത്സ്യതി ഉക്തസ്തതശ്ചിത്രരഥസ്തസ്മാൻ കപിരഥസുതാം. ഗജാഹ്വയെ ഹസ്തിനപുരം ആനയുടെ പേരുള്ളത്. ഗജം ആനയാണ്, ഹസ്തിയും ആനയാണ്. അതുകൊണ്ട് ഹസ്തിനപുരത്തിന് പകരം ഗജാഹ്വയം എന്നൊരു പേര് പറയാം. ഗജാഹ്വയെ ഹസ്തിനപുരം നദ്യാഹൃതേ ഒരിക്കൽ ഗംഗാ നദിയാൽ അപഹരിക്കപ്പെട്ടു. ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല എന്ന് ഭാഗവതം ബോധ്യപ്പെടുത്തുകയാണ്. ഒരു നഗരവും ഒരു ഗ്രാമവും മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയിന് ഇന്ന് ഭയങ്കര ഘോഷങ്ങളും കോലാഹലങ്ങളും ഇഷ്ടം പോലെ നടക്കുന്നു. ആ പേരിൽ കാശുണ്ടാക്കുന്നു, കാശ് കളയുന്നു, എന്തൊക്കെ ബഹളങ്ങളാണ്. ഇതൊക്കെ ഓരോരോ യുഗങ്ങളിൽ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നതാണ്, ഒലിച്ചു പോവാറുണ്ട്. ഈ ഹസ്തിനപുരം പോലും ഒരിക്കൽ ഗംഗാ നദിയുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയതാണ്, ഒഴുകിപ്പോയതാണ്. ഗജാഹ്വയേഹതേ നദ്യാം അങ്ങനെ അപഹരിക്കപ്പെട്ടപ്പോൾ കൗശാംബ്യാം സാധുവത്സ്യതി. അപ്പോൾ നേമിചക്രൻ എന്ന രാജാവ് കൗശാംബി എന്ന പട്ടണത്തിൽ സുഖമായി വസിക്കും. ഇതൊക്കെ ഭാവി കാലത്ത് വരാൻ പോകുന്ന കാര്യങ്ങൾ ഭാവിയിലാക്കിയാണ് പറയുന്നത്. നേമിചക്രന്റെ പുത്രനായിട്ട് ചിത്രരഥനും അവന്റെ പുത്രനായിട്ട് കവിരഥനും ഉണ്ടാകും. ഇനി അങ്ങോട്ട് പറയുന്ന മുഴുവനും. അപ്പൊ ഏതാണ്ട് ഇത് ആ ദ്വാപരയുഗത്തിൽ അന്ന് സംഭവിച്ച ആ കഥയ്ക്ക് ശേഷമുള്ള കഥകളെ കുറിച്ചാണ് ഭാഗവതം പറയാൻ പോകുന്നത്. ദ്വാപരയുഗത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അതുവരെയുള്ള കഥകൾ ചുരുക്കപ്പെട്ടിട്ട് ഇനി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഗജാഹ്വയേ ഹൃതേ നദ്യാം കൗശാംബ്യാം സാധുവത്സ്യതി ഉക്തസ്തതഃ ചിത്രരഥാത് തസ്മാത് കവിരഥസുതാം. ഗജാഹ്വയേ ഹൃതേ നദ്യാം കൗശാംബ്യാം സാധുവത്സ്യതി ഉക്തസ്തതഃ ചിത്രരഥഃ തസ്മാത് കവിരഥസുതാം. തസ്മാശ്ച വൃഷ്ടിമാം തസ്യ കുഷേണോഥ മഹീപതി സുനീതസ്തസ്യ ഭവിതാ നൃചക്ഷുർസുഖീനല. തസ്മാച്ച അവനിൽ നിന്നും കവിരഥനിൽ നിന്നും വൃഷ്ടിമാൻ എന്ന പുത്രനുണ്ടായി. അവന്റെ പുത്രനായിട്ട് സുഷേണൻ എന്ന രാജാവ് ഉണ്ടായി. അവന്റെ പുത്രനായിട്ട് സുനീതൻ ഉണ്ടായി. ഭവിത ഭവിക്കും. നൃചക്ഷുർ സുഖീനല. അവന്റെ പുത്രനായിട്ട് നൃചക്ഷുഹു എന്ന രാജാവ് ഉണ്ടാകും. അവനിൽ നിന്നും സുഖീലൻ എന്ന രാജാവ് ഉണ്ടാകും. എന്നിങ്ങനെ കഥ പറഞ്ഞു പോവാണ്. തസ്മാശ്ച വൃഷ്ടിമാംസ്തസ്യാം കുഷേണോഥ മഹീപതി സുനീതസ്തസ്യ ഭവിത നൃചക്ഷുർസുഖീനല.
പാരിപ്ലവസ്തസ്മാത് മേധാവി സുനയാത്മജാം നൃപഞ്ജയസ്തതോ പൂർവസ്തിമിസ്തസ്മാത് ജനിഷ്യതി. പാരിപ്ലവഃ തസ്മാത് ഫുഖീനലപുത്രനായിട്ട് പാരിപ്ലവൻ ഉണ്ടാകും. പാരിപ്ലവഃ ഫുതഃ തസ്മാത് അവനിൽ നിന്നും സുനീതനിൽ നിന്നും. മേധാവി സുനയാത്മജഃ അവൻ നിന്നും സുനയനും ഉണ്ടായി. അവനിൽ നിന്നും മേധാവി ഉണ്ടായി. അവനിൽ നിന്നും നൃപഞ്ജയനുണ്ടായി. അവനിൽ നിന്നും ദൂർവനുണ്ടായി. അവനിൽ നിന്നും തിമിയുണ്ടായി. നൃപഞ്ജയസ്തതോ ദൂർവഃ തിമിഹി തസ്മാത് ജനിഷ്യതി. കേൾക്കാമോ? കേൾക്കാം സാർ. ആ, ഇടയ്ക്ക് നെറ്റ് പോയി. ഞാനിപ്പോ മൊബൈലിൽ കയറുതാണ്. അത് തീർത്തേക്കാൻ ചെയ്തു. പാരിപ്ലവസ്തസ്മാന്മേധാവി സുനയാത്മജാം നൃപഞ്ജയസ്തതോ ദൂർവസ്തിമിസ്തസ്മാത് ജനിഷ്യതി. ബൃഹദ്രസസ്തസ്മാൻ ശതാനീകഃ സുദാസജ ശതാനീകാത് ദുർദമ ശതാനീകാത് ദുർദമ ശതാനീകാത് ദുർദമന തസ്യാവത്യമഹീനരാം. തിമിയെ മുമ്പ് പറഞ്ഞത്, അവസാനം പറഞ്ഞത് ദൂർവ കഴിഞ്ഞ് തിമിയാണ് പറഞ്ഞു നിർത്തിയത്. ആ തിമിയുടെ പുത്രൻ ബൃഹദ്രഥൻ. തസ്മാത് ശതാനീക അവൻ നിന്നും ശതാനീകൻ. അവൻ നിന്ന് സുദാസൻ.
അവനിൽ നിന്ന് ശതാനീകൻ, അവനിൽ നിന്ന് ദുർദമൻ, അവനിൽ നിന്ന് അഹീരൻ എന്നിങ്ങനെ പുത്രന്മാർ ഉണ്ടാകും. തിമിർ ബൃഹദ് രഥസ്തസ്മാത് ശതാനീക ഫുദാഫജ ശതാനീക ദുർദമന തസ്യാവത്യ അഹീനരാം. തിമിർ ബൃഹദ് രഥസ്തസ്മാത് ശതാനീക ഫുദാഫജ ശതാനീക ദുർദമനസ്തസ്യാവത്യമഹീനരാം. ദണ്ഡപാണിർനിമിസ്തസ്യാം ക്ഷേമകോ ഭവിതാ നൃപാം ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷിസത്കൃതഃ. അവസാനം പറഞ്ഞ അഹീനരന്റെ പുത്രനായിട്ട് ദണ്ഡപാണി ഉണ്ടാകും, അവന്റെ പുത്രനായിട്ട് നിമി ഉണ്ടാകും, അവന്റെ പുത്രനായിട്ട് ക്ഷേമകൻ ഉണ്ടാകും. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ജന്മസ്ഥാനമായതിനാൽ ബ്രഹ്മക്ഷത്രസ്യ വൈ ആയതിനാൽ ദേവന്മാരാലും ഋഷികളാലും മാനിക്കപ്പെടുന്ന ദേവർഷി സത്കൃത, ദേവന്മാരാലും ഋഷിമാരാലും സൽക്കരിക്കപ്പെടുന്ന വംശ പ്രോക്ത, ജനമേജയന്റെ വംശം ഞാൻ പറയപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഇത്രയും പരീക്ഷത്ത് ജനമേജയന്റെ പുത്ര പരമ്പരകളെ കുറിച്ചുള്ള മുഴുവനും പറഞ്ഞ് ഇവിടെ അത് ഉപസംഹരിക്കാം. ദണ്ഡപാനർനിമിസ്തസ്യാ ക്ഷേമകോ ഭവിതാ നൃപാം ബ്രഹ്മക്ഷത്രസ്വൈവക്തോ വംശോ ദേവർഷിവത്കൃതഃ. ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥം പ്രാപ്ഷ്യതി വൈ കലൗ അഥമാഗത രാജാനോ ഭവിതാരോ വദാമിതേ. ക്ഷേമകൻ എന്നു പേരായ രാജാവിന്റെ വാഴ്ചയോടുകൂടി ആ വംശം കലിയുഗത്തിൽ അവസാനിക്കുന്നു. ക്ഷേമകം പ്രാപ്യ രാജാനം, ക്ഷേമകൻ എന്ന രാജാവിനെ പ്രാപിച്ചിട്ട് സംസ്ഥാം പ്രാപ്ഷ്യതി വൈ കലൗ, കലിയിൽ ആ രാജവംശത്തിന്റെ സംസ്ഥയെ പ്രാപിച്ചിട്ട് അഥമാഗധ രാജാനോ ഭവിതാരോ വദാമിതേ, പിന്നെ മാഗധന്മാർ രാജാക്കന്മാരായിട്ട് ഭവിക്കും. ആ വംശം അവിടെ തിരിയാണ്, സന്താനമില്ലാതായിട്ട് അതവിടെ തീർന്നു. പിന്നെ മഗധ രാജവംശത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ രാജാക്കന്മാരെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാം, കേട്ടോളൂ. ക്ഷേമകം പ്രാപ്യ, അപ്പം പാണ്ഡവന്മാരുടെ ഏറ്റവും അവസാനത്തെ കണ്ണികളുടെ മുഴുവൻ രാജകളെ കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വംശം അവിടെ തീർന്നു. ഇനി മഗധ വംശത്തെ കുറിച്ച് പറയാൻ പുറപ്പെടുക. ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്ഷ്യതി വൈ കലൗ അഥമാഗധ രാജാനോ ഭവിതാരോ വദാമിതേ. ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്ഷ്യതി വൈ കലൗ അഥമാഗധ രാജാനോ ഭവിതാരോ വദാമിതേ. ഭവിതാ സഹദേവസ്യാം മാർജാശ്രുതശ്രവാം തതോ അയുതായുസ്തസ്യാപി നിരമിത്രോധൽഫുതാം. മഗധരാജാവായ ബൃഹദ്രഥന്റെ പുത്രനാണ് ജരാസന്ധൻ. ഈ കഥ മഗധരാജവംശത്തെ നേരത്തെ പറഞ്ഞ എന്റെ വാക്യാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അവന്റെ പുത്രൻ സഹദേവനാണ്. ജരാസന്ധന് സഹദേവൻ എന്നൊരു പുത്രൻ ഉണ്ടായിട്ടുണ്ട്, മറ്റേ സഹദേവനല്ല എന്ന് ധരിക്കണം. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇത് രണ്ടും. സഹദേവന്റെ പുത്രനാണ് മാർജാരി. ഇവന് ഫോമാബി എന്നൊരു പേരും കൂടിയുണ്ട്. ഭവിത സഹദേവസ്യ മാർജാരിഹി ശ്രുതശ്രവാഹ തതോ അയുധായുധസ്തസ്യാപി. അവന്റെ പുത്രൻ ശ്രുതശ്രവസ്, അവന്റെ പുത്രൻ അയുധായുസ്, അവന്റെ പുത്രൻ നിരമിത്രൻ. ഭവിതാ സഹദേവസ്യാം മാർജാരിശ്രുതശ്രവാം തതോ അയുധസ്തസ്യാപി നിരമിത്രോധൽഫുതാം. ഭവിതാ സഹദേവസ്യാം മാർജാരിശ്രുതശ്രവാം തതോ അയുധായുധസ്തസ്യാപി നിരമിത്രോധൽഫുതാം. ഫുനക്ഷത്രഫുനക്ഷത്രേനോധകർമ്മജിത് തതശ്രുതം ജയാത് വിപ്ര ശുചിസ്തസ്യ ഭവിഷ്യതി. നിരമിത്രന്റെ പുത്രനായിട്ട് സുനക്ഷത്രൻ, അവന്റെ പുത്രൻ ബൃഹത്സേനൻ, അവന്റെ പുത്രൻ കർമ്മജിത്ത്, അവന്റെ പുത്രൻ ശ്രുതഞ്ജയൻ, അവനിൽ നിന്ന് ശുചി എന്നു പേരായ ഒരു ബ്രാഹ്മണനും അവസാനം ഉണ്ടാകും. സുനക്ഷത്രഫുനക്ഷത്രേനോ അഥ കർമ്മജിത് തതശ്രുതഞ്ജയാത് വിപ്ര ശുചിസ്തസ്യ ഭവിഷ്യതി. സുനക്ഷത്രഫുനക്ഷത്രേനോഥ കർമ്മജിത് തത ശ്രുതഞ്ജയാത് വിപ്ര ശുചിസ്തസ്യ ഭവിഷ്യതി.
ക്ഷേമോധവ്രതസ്തസ്മാത് ധർമ്മനേത്ര ശ്രുതസ്തതാം ജുമത് ഫേനോധകുമതി ശിവരോ ജനിതാതതാം. ശുചിയുടെ പുത്രനായിട്ട് ക്ഷേമൻ ഉണ്ടാകും. ക്ഷേമോധ, അവൻ നിന്നും സുവ്രതനുണ്ടാകും. അവൻ നിന്നും ധർമ്മനേത്രനുണ്ടാകും. അവന്റെ പുത്രനാണ് ശ്രുതൻ. അവൻ നിന്നും ജുമത് ഫേനൻ, അവൻ നിന്നും ഫുമതി, അവന്റെ പുത്രനായിട്ട് ഫുബരനും ഉണ്ടാകും. ക്ഷേമോധവ്രതസ്തസ്മാൻ ധർമ്മനേത്ര ശ്രുതസ്തതാം ജുമത് ഫേനോധകുമതി ശുഭരോ ജനിതാതതാം. ക്ഷേമോധവ്രതസ്തസ്മാൻ ധർമ്മനേത്ര ശ്രുതസ്തതാം ജുമത് ഫേനോധകുമതി ശുഭരോ ജനിതാതതാം. ധർമ്മസൂത്ര അതിനകത്ത് ഏതാ? ക്ഷേമോദ സുഹൃത തസ്മാത ധർമ്മസൂത്ര സമസ്തതാണ്. സുവ്രത തസ്മാത് ധർമ്മനേത്ര എന്നല്ലേ? അല്ല, സൂത്രന്ന. സൂത്രം വേണ്ട, നേത്രനാക്കിയാൽ മതി. ഇല്ല, ധർമ്മസൂത്ര എന്നാ മൂലത്തിൽ പറയുന്നത്. ധർമ്മസൂത്ര എന്നാ പറയുന്നത്. ആ, ഈ സംസ്കൃതത്തിൽ ധർമ്മനേത്രനാക്കണം. ധർമ്മത്തെ നയിക്കുന്നവനാണ്. നേതാവാണ് നേത്ര എന്ന് വിളിക്കപ്പെടുന്നത്. ധർമ്മത്തിന്റെ സൂത്രം ചരട് എന്നാണ്. ചരട് പിടിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ധർമ്മസൂത്ര എന്ന വാക്കവിടെ ഉപയോഗിച്ചത്. സ്നീതഫത്യജിതഥ വിശ്വജിദ്രിപുഞ്ജയാം ബാർഹദ്രഥാശ്ച ഭൂപാലോ ഭാവ്യാ സ്വാഹപ്രവത്സരം. അങ്ങനെ ഫുബരിൽ നിന്നും, ഫുബലോ എന്നാണ് പറഞ്ഞത്, ഫുബലിൽ നിന്നും ഫുനീതനുണ്ടായി. അവൽ നിന്നും ഫത്യജിത്ത്, അവൽ നിന്നും വിശ്വജിത്ത്, അവൽ നിന്ന് രിപുഞ്ജയൻ. അങ്ങനെ ദൃഹദ്രഥ വംശജാതന്മാരായ രാജാക്കന്മാർ 1000 സംവത്സരം ഭൂമി പരിപാലിക്കും എന്ന് സോമവംശ നിരൂപണത്തിലെ അജമിക വംശത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് പാണ്ഡവ കൗരവ വംശ പരമ്പരകൾ കഴിഞ്ഞ് മഗധ വംശത്തെ കുറിച്ച് പറഞ്ഞു വന്ന സന്ദർഭത്തിൽ ഇവിടെ ഈ അധ്യായം ഉപസംഹരിക്കാണ്. അടുത്തതിലാണ് പിന്നെ അനു, ദൃഷു, തുർബഷു എന്നുള്ള വംശ ഏയാധിപുത്രന്മാരുടെ കഥകളെ കുറിച്ച് ഇനിയാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പ് വരെയുള്ള ഭാഗം ഇവിടെ പറഞ്ഞു തീർത്തു. നമ്മുടെ വിഷയത്തിലേക്ക് അടുത്ത 2 അധ്യായത്തിൽ കൂടിയായിട്ട് ശ്രീകൃഷ്ണ ജന്മത്തിന്റെ ആ പരമ്പരയായ കണ്ണിയെ കൂടെ വിവരിച്ച് അതവിടെ ഉപസംഹരിച്ചിട്ട് ദശമത്തിലോട്ട് കിടക്കുള്ളൂ. ഫുനീത ഫത്യജിത വിശ്വജിദ്രിപുഞ്ജയാം ബാർഹദ്രഥാശ്ച ഭൂപാല ഭാവ്യ സാഹസ്രവത്സരം. ഫുനീത ഫത്യജിത വിശ്വജിദ്രിപുഞ്ജയാം ബാർഹദ്രഥാശ്ച ഭൂപാല ഭാവ്യ സാഹസ്രവത്സരം. അങ്ങനെ 22ാമത്തെ അധ്യായം നമ്മൾ ഉപസംഹരിച്ചു. അടുത്ത ക്ലാസ് നമുക്ക് 23. ഇനി അങ്ങോട്ട് കുറെ കഥകൾ. സാറേ, 42ാമത്തത് പരിപ്ലവയാണോ പാരിപ്ലവയാണോ? 42ാമത്തെ ശ്ലോകത്തിന്റെ പാരിപ്ലവം. ഞങ്ങൾക്ക് പരിപ്ലവയെന്നേ ഉള്ളൂ. പാരിയും ദീർഘമില്ലേ? ഇല്ല. പാരിപ്ലവൻ ദീർഘം വേണം. 37ാമത്തെ ശ്ലോകത്തിൽ തുരം എന്നൊരു വാക്കുണ്ടല്ലോ, അതെന്തെന്നാ? തുരം, തുരക, വേഗതയിൽ പോകുന്ന. തുരം, അതെയല്ലേ? തുരം എന്ന് വെച്ചാൽ വേഗതയെന്ന്. അതുകൊണ്ടാണ് തുരങ്കം, വേഗം ഓടിപ്പോകുന്നതുകൊണ്ടാണ് കുതിരയ്ക്ക് ആ പേര് വന്നത്. അതിവേഗതയിൽ ഓടുന്ന കുതിരകളെ കൊണ്ടാണ് അശ്വമേധം ചെയ്തത്. സാറേ, ഈ അശ്വിനി ദേവതന്മാരുടെ ശരിക്കും പേര് നാസത്യൻ, അസ്ത്രയൻ, അങ്ങനെ 2 പേരല്ലേ? നാസത്യ ദസ്രയോ? നാസത്യനും ദസ്രയനും. അതെ. പക്ഷെ അവരെ അശ്വിനി ദേവതകൾ പേര് വന്ന് എങ്ങനെയാണോ അറിയുന്നത്? അവരെ ദേവവൈദ്യന്മാരായോണ്ട് കിട്ടിയ പേരായിരിക്കും അത്. അശ്വിനി എന്ന് പറഞ്ഞാല് ഔഷധത്തിന്റെ പേരാ അത്. ശരി. ശരി സാറേ.
സംശയങ്ങൾ ആർക്കെങ്കിലുണ്ടോ? ഇല്ലെങ്കിൽ ഉപസംഹരിച്ചിട്ട് അടുത്ത വർഷം 23 കിടക്കാം. സാറേ, ഈ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം പഠിക്കുന്നല്ലോ. അപ്പൊ ഈ ക്രിയാജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞം. യജ്ഞങ്ങള്. യജ്ഞകർമ്മങ്ങളെക്കുറിച്ചും യുദ്ധകർമ്മങ്ങളെക്കുറിച്ചും ആയുധവിദ്യകളെക്കുറിച്ചും. സംശയങ്ങൾ തീർന്നോ? ഉപസംഹരിക്കാം. ഇനി നമുക്ക് അടുത്ത അധ്യായം 39-40 ശ്ലോകമേ ഉള്ളൂ. പിന്നത്തെ 60-61 ശ്ലോകമുണ്ട്. ഇതെല്ലാം രാജാക്കന്മാരുടെ പരമ്പരയുടെ കഥ കഥ ഇനിയില്ല, പേരുകളൊക്കെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് പേര് പറഞ്ഞു വിട്ടാൽ മതിയാവും. ഇത് 4-5 വർഷം നമുക്ക് തീർക്കാം. അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റേതും 2 അധ്യായം കൂടെ ഉള്ളൂ, അതും ഇങ്ങനെ തന്നെ തീർക്കാം. ഇത് രണ്ടും കൂടെ ഒരുപോലെ തീർന്നാൽ നമുക്ക് ഒറ്റ ക്ലാസ് ആക്കിയിട്ട് ഏകാദശി എടുക്കാം, രണ്ടും കൂടെ. അപ്പൊ 2ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. മിക്കവാറും 4-5 ക്ലാസ് കൊണ്ട് എല്ലാം തീരാം. നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.